Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? ഓക്കെ Yes, ma'am. ഓക്കെ പ്രയർ ആരാണ്? ഞാനാ പറയാം ചെല്ലട്ടെ. സ്റ്റാർട്ട് ചെയ്തോ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും ശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നെവർ റിഗ്രറ്റ് എനിത്തിങ് ദാറ്റ് മേഡ് യു സ്മൈൽ. നിങ്ങളെ ചിരിപ്പിച്ച ഒന്നിനെ കുറിച്ചും ഒരിക്കലും ഖേദിക്കേണ്ട. സൈൻ ഇൻ ബൈ സജിത. താങ്ക് യു മിസ്. താങ്ക് യു. എന്തെല്ലാം ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ ലാസ്റ്റ് ക്ലാസ്സിൽ? Yes, ma'am. Yes, ma'am. പൊല്യൂഷനെ കുറിച്ച് ഒരു പോസ്റ്റർ പോസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. ചെയ്തെല്ലാവരും ചെയ്തിട്ടുണ്ട് മിസ്. Yes, ma'am. ഓക്കെ. പേര് മെസ്സേജ് ആക്കിട്ടാ ഞാൻ ആ ഓർഡറിൽ വിളിക്കാം നിങ്ങളെ. പേര് മെസ്സേജ് അയക്കണമെങ്കിൽ ആ ഓർഡറിൽ വിളിക്കാം കേട്ടോ. അച്ഛനൊന്ന് മ്യൂട്ട് ചെയ്യുവാണ് കേട്ടോ. ജിഷ. Yes, ma'am. ജിഷാന. ഓക്കെ, ജിഷാന പ്രസന്റ് ചെയ്തോട്ടോ. മാം കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ലല്ലോ. പിൻ ചെയ്തിട്ടാടാ. ഓക്കെ, പ്രസന്റ് ചെയ്തോ. സ്റ്റോപ്പ് പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ 4 ടൈപ്പ് പൊല്യൂഷൻ ഉണ്ട്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ ആൻഡ് സോയിൽ പൊല്യൂഷൻ. കാണുന്നുണ്ടോ മാം? എയർ പൊല്യൂഷൻ വന്നിട്ട് ഫാക്ടറീസ് വരുന്ന എന്താണ് ഫ്യൂവൽസിൽ നിന്ന് വരുന്ന പെട്രോളിയം, കോൾ, അതേപോലെ നാച്ചുറൽ ഗ്യാസിൽ വരുന്ന പുക, അതേപോലെ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക, ഇതെല്ലാം സോയിൽ എന്താണ് എയർ പൊല്യൂഷന് കാരണമാവും. അത് വന്നിട്ട് നമ്മുടെ ഹെൽത്ത് പ്രോബ്ലംസ്, ആസ്മ, ഹെഡേക്ക്, അതേപോലെ കുറെ അലർജീസ് ഉണ്ടാവും. അതേപോലെ സോയിൽ പൊല്യൂഷൻ വന്നിട്ട് പ്ലാസ്റ്റിക്, അഗ്രികൾച്ചേഴ്സ് നിന്നും വരുന്ന ഫാക്ടറിയിൽ നിന്ന് വരുന്ന സംഭവങ്ങൾ, അതങ്ങനത്തെ ഇതെല്ലാം വാട്ടർ പൊല്യൂഷന് വരും. വാട്ടർ പൊല്യൂഷൻ കാരണമാവും. പിന്നെ സോയിൽ പൊല്യൂഷന് പ്ലാസ്റ്റിക് പോലുള്ള സംഭവങ്ങൾ വരുന്നത് സോയിൽ പൊല്യൂഷൻ. അയ്യോ മാം പറയാൻ കിട്ടുന്നില്ല. സോയിൽ പൊല്യൂഷൻ ഉണ്ടാവും. അത് വന്നിട്ട് കെമിക്കൽസ്, സോൾട്ട്സ്, ടോക്സിക് കോമ്പൗണ്ട്സ്, റേഡിയോ ആക്ടിവിറ്റി മെറ്റീരിയൽസ്, അതെല്ലാമാണ് കൂടെ. അപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. പ്ലാന്റ്സിന്റെ ഹെൽത്തിനായാലും ആനിമൽസിന്റെ ഹെൽത്തിനൊക്കെ, ഗ്രോത്തിനൊക്കെ, വളർച്ചയ്ക്ക് അത് ദോഷം ചെയ്യും. പിന്നെ നോയ്സ് പൊല്യൂഷൻ, വെഹിക്കിൾസ് നിന്നും അതുപോലെ ഫാക്ടറീസ്, അതേപോലെ അൺവാണ്ടഡ് ഡിസ്റ്റർബൻസ് സൗണ്ട്സ് ഒക്കെ നമുക്ക് നോയ്സ് പൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് എർത്ത് സേവ് ചെയ്യണം.
എർത്ത് സേവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വന്നിട്ട് ഗ്രാസ്, അതേപോലെ shrubs, അതുപോലെ ട്രീസ്, അതൊക്കെ നമ്മൾ പ്ലാന്റ് ചെയ്യുക. പിന്നെ വന്നിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ഹൗസ് ഹോൾഡ് കെമിക്കൽസ് ഒക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യുക. പിന്നെ വന്നിട്ട് ഫെർട്ടിലൈസേഴ്സും പിന്നെ പെസ്റ്റിസൈഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണത് അഗ്രികൾച്ചറിലായാലും അതെല്ലാം യൂസ് ചെയ്യണം. കീടനാശിനികൾ ഒരുപാട് കാഠിന്യമുള്ളത് ഉപയോഗിക്കുമ്പോഴാണ് സോയിൽ പൊല്യൂഷൻ എന്താണ് അതേപോലെ ഇതെല്ലാം വാട്ടർ പൊല്യൂഷൻ അഗ്രികൾച്ചേഴ്സ് വരുന്നത് ഒരുപാട് ഡിഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് വേസ്റ്റ് ഒക്കെ അതാത് പ്ലേസിൽ കൊണ്ടുവയ്ക്കുക, ഇടുക. പിന്നെ വന്നിട്ട് നമ്മുടെ പരിസരം മൊത്തം നെയ്ബർഹുഡ് മൊത്തം നല്ല രീതിയിൽ വൃത്തിയാക്കുക. പിന്നെ പ്ലാസ്റ്റിക്, അതേപോലെ ഗ്ലാസ്, പ്ലാസ്റ്റിക്, പേപ്പർ, മണ്ണിൽ അലിഞ്ഞു ചേരാൻ പറ്റാത്ത സംഭവങ്ങളെല്ലാം റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കുക. ഇതെല്ലാം നമ്മൾ എർത്തിനെ സേവ് ചെയ്യാൻ സഹായിക്കും. താങ്ക് യു മാം. താങ്ക് യു. എടാ നമ്മള് ഞാൻ ജസ്റ്റ് ക്ലാസ് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞത് നമ്മളിപ്പോ ഒരു കാര്യം പ്രസന്റ് ചെയ്യണേക്കാൾ മുമ്പ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. അതൊന്ന് എന്താണ് സ്വയമായിട്ടൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയണം, ഇനി ഓർഡറിൽ വേണം പറയാൻ എന്നൊന്ന് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടാണ് ക്ലാസ് പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഇങ്ങനെ എന്താ പറയാ എന്താണ് പറയുന്നത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതിപ്പോ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ എടുത്തുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അതാദ്യം എടുക്കുന്നതിന്റെ പ്രശ്നമാണ്. ഇപ്പൊ നമ്മള് ക്ലാസ് ഏകദേശം ഒരു 6 months അടുത്തായി. ഇനി ഒരു 6 മാസം 4 മാസം കൂടി കഴിഞ്ഞാല് ഒരു സ്കൂളിൽ പോയിട്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ട ടീച്ചറാണ് മോൻ. അപ്പോ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മൾ അവിടെ ചെന്ന് ഇങ്ങനെ പറയുമ്പോഴും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നന്നായിട്ട് പ്രസന്റ് ചെയ്യണം. അപ്പൊ ആ പേടിയൊക്കെ മാറിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പ്രസന്റ് ചെയ്യണ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അങ്ങനെ നോക്കണം കേട്ടാ. എന്ത് കാര്യം മോൻ വീട്ടിൽ നല്ല രീതിയിൽ ഒന്ന് പ്രസന്റ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. ഓക്കെ. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പെട്ടെന്ന് നെർവസ് ആയി, അത് പെട്ടെന്ന് പറ്റിയില്ല. 3-4 പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല കോൺഫിഡൻസ് കിട്ടും നമുക്ക്. ഞാൻ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചായിരുന്നു, പിന്നെ 2-3 തവണ ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷെ ഏത് ഫസ്റ്റ് തുടക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ മൊത്തത്തിൽ എനിക്ക് ഇതായിപ്പോയി. പക്ഷെ എല്ലാവർക്കും മനസ്സിലായി പെട്ടെന്ന്. ആള് ഭയങ്കര ടെൻഷനായിരുന്നു, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോ നല്ല രീതിയിൽ ചെയ്യാൻ നോക്കണം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഓക്കേടാ. അരുണ, അരുണ മ്യൂട്ടാണോ? മ്യൂട്ട് കാണുന്നുണ്ടോ മിസ്സേ? ആണോടാ? കാണുന്നുണ്ടോ? ഞാൻ ചാർല ചെയ്ത മിസ്സേ, കാണുന്നുണ്ടോ? കാണാട്ടാടാ. ഓക്കെ, പ്രസന്റ് ചെയ്യണ്ട മോൻ? പറയാം, കുഴപ്പമില്ല. പ്രസന്റ് ചെയ്യുമ്പോ വായിക്കണം, അത് പറഞ്ഞു പോയാ മതി. പൊല്യൂഷനെ പറ്റിയാണെന്ന് പറയുന്നത്. പൊല്യൂഷൻ എന്ന് പറയുമ്പോ തന്നെ 6 പൊല്യൂഷനെ പറ്റിയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് എയർ പൊല്യൂഷൻ ആണ്. എയർ പൊല്യൂഷൻ വാഹനങ്ങളുടെ പുക, അതുപോലെ ഇൻഡസ്ട്രിയൽ സ്മോക്ക്, ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ്, പിന്നെ വനനശീകരണം, അങ്ങനെയൊക്കെയാണ് എയർ പൊല്യൂട്ടഡ് ആവുന്നത്. ഇത് എഫക്റ്റ് എന്ന് പറയുന്നത് ഹെൽത്ത് പ്രോബ്ലംസ് ലൈക്ക് ആസ്മ, ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ആസിഡ് റെയിൻ. ആസിഡ് മഴ പെയ്യുന്നതൊക്കെ എയർ പൊല്യൂഷൻ കാരണമാണ് ആസിഡ് മഴ പെയ്യുന്നത്. അതിന് കുറയ്ക്കാനായിട്ട് എന്താ പറയാ, പൊതുഗതാഗതം അത് ഉപയോഗിക്കുക, പിന്നെ കാർപൂൾ ഓർ ഇലക്ട്രിക് വെഹിക്കിൾ, പിന്നെ അതുപോലെ ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നതിലൂടെ എയർ പൊല്യൂഷൻ കുറയും. നെക്സ്റ്റ് വാട്ടർ പൊല്യൂഷൻ. അത് ഈ വേസ്റ്റ് ഒക്കെ തള്ളുമ്പോഴും, പിന്നെ ഓയിൽ സ്പിൽസ്, കെമിക്കൽസ് ഇൻ വാട്ടർ ബോഡീസ്, അത് ഈ ഫാക്ടറിയിൽ നിന്നൊക്കെ നമ്മൾ കെമിക്കൽസ് വെള്ളത്തിലേക്ക് തള്ളുമ്പോൾ വാട്ടർ പൊല്യൂട്ടഡ് ആവും. ഇതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് അക്വാട്ടിക് ലൈഫ് ഉണ്ട്. അതായത് പുഴകളൊക്കെ പെട്ടെന്ന് മലിനാവും, പിന്നെ കുടിക്കുന്ന വെള്ളം അതിനെ അത് ദോഷകരമായിട്ട് ബാധിക്കും, നമ്മുടെ എക്കോസിസ്റ്റം ഡാമേജ് ആവും. ഇനി അത് കുറയ്ക്കാനായിട്ട് അവോയ്ഡ് ഡംപിങ് വേസ്റ്റ് ഇൻ ടു വാട്ടർ ബോഡീസ്. അവോയ്ഡ് ചെയ്യുക, വേസ്റ്റ് തള്ളുന്നത് കുറയ്ക്കുക.
പിന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക, അവോയ്ഡ്, അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക. നെക്സ്റ്റ് സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷൻ പെസ്റ്റിസൈഡ്സ്, അതായത് വിളകളിൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. അതുപോലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഒക്കെ മണ്ണിലേക്ക് തള്ളുന്നത് കുറയ്ക്കുക. പിന്നെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഇതിനോണ്ടുണ്ടാവുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് മണ്ണിന്റെ ഒരു ഫെർട്ടിലിറ്റി കുറയും, വിളകളുടെ ഗ്രോത്തിനൊക്കെ അത് എഫക്റ്റ് ചെയ്യും, ഫുഡിന് കണ്ടാമിനേറ്റ് ആവും. റെഡ്യൂസ് ചെയ്യും, സോയിൽ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് റീസൈക്കിൾ ആൻഡ് റെഡ്യൂസ് വേസ്റ്റ്, അതായത് വേസ്റ്റിനെ നമ്മൾ വീണ്ടും റീസൈക്കിൾ ചെയ്യാം. അതുപോലെ രാസപരമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നതിന് പകരം ഓർഗാനിക് ആയിട്ടുള്ള ജൈവപരമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുക. നെക്സ്റ്റ് നോയിസ് പൊല്യൂഷൻ. വാഹനങ്ങളിൽ നിന്നുള്ള ഭയങ്കര ശബ്ദം, ലൗഡായിട്ടുള്ള ശബ്ദങ്ങൾ വരുന്നതിലൂടെയും പിന്നെ ഈ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്ന ഏരിയസിൽ നിന്ന് ഭയങ്കര ശബ്ദം വരുന്നതിലൂടെയൊക്കെ നോയിസ് പൊല്യൂട്ട് ആവും. അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഹിയറിംഗ് പ്രോബ്ലം ഉണ്ടാവും. അതുപോലെ സ്ട്രെസ്, വൈൽഡ് ലൈഫിന് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറും. റെഡ്യൂസിങ് നോയിസ് പൊല്യൂഷനിൽ വരുന്നത് സൈലൻസേഴ്സ് ഉപയോഗിക്കുക വാഹനങ്ങളിൽ, അതുപോലെ മെഷീനറികളിലൊക്കെ സൈലൻസേഴ്സ് ഉപയോഗിക്കുക. ഫോളോ റെഗുലേഷൻസ് ഫോർ കൺസ്ട്രക്ഷൻ നോയ്സ് ആൻഡ് അവോയ്ഡ് അൺനെസസറി ഹോണിങ്. ആവശ്യമില്ലാണ്ട് ഹോൺ അടിക്കുന്നതൊക്കെ ഒഴിവാക്കിയ നോയ്സ് പൊല്യൂഷൻ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് ലൈറ്റ് പൊല്യൂഷൻ. അത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ ഈ അർബൻ എന്താ പറയുക നഗര ജീവിതത്തിൽ നിന്നുണ്ടാവുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റ് കാരണമാണ് ഒരുപാട് ലൈറ്റ് പൊല്യൂട്ടഡ് ആവുന്നത്. അതുപോലെ ഡിസ്ട്രപ്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആവും, എനർജി വേസ്റ്റ് ആവും. അതുപോലെ മനുഷ്യന്മാരിൽ ഉറക്കക്കുറവിനൊക്കെ ലൈറ്റ് പൊല്യൂഷൻ ഒരു കാരണമാവുന്നുണ്ട്. ലൈറ്റ് പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് എനർജി എഫിഷ്യൻസി ആയിട്ടുള്ള ബൾബുകൾ യൂസ് ചെയ്യുക. അത് ഈ സീറോ ബൾബുകളൊക്കെയാണെന്ന് തോന്നുന്നത്, അതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് തെർമൽ പൊല്യൂഷൻ. റിസൾട്ട് ഫ്രം ഇൻഡസ്ട്രിയൽ ഡിസ്ചാർജ് ഓഫ് ഹീറ്റഡ് വാട്ടർ. അതായത് ചൂടായിട്ടുള്ള വെള്ളമൊക്കെ ഈ എന്താ പറയുക ഫാക്ടറികളിൽ നിന്ന് ഈ പുഴകളിലേക്കും അതുപോലെ നദികളിലേക്കൊക്കെ ഒഴുക്കുന്നത്, അതിൽ നിന്ന് ഉണ്ടാവുന്നതാണ് തെർമൽ പൊല്യൂഷൻ. അത് അക്വാട്ടിക് സിസ്റ്റത്തിന് ഒരു ഡാമേജ് ആക്കും. അതുപോലെ അതിലുള്ള ഓക്സിജന്റെ ലെവലിനെ അത് കുറയ്ക്കും. പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ വെള്ളം ഫാക്ടറിയിൽ നിന്നുള്ള വെള്ളം പുഴയിലേക്ക് ഒഴുക്കി വിടുന്നതിന് മുമ്പായിട്ട് അതൊന്ന് കൂളിംഗ് ചെയ്യുക. കൂളിംഗ് ടവേഴ്സ് സ്ഥാപിച്ചിട്ട് അതിലൂടെ അതിനെ റിലീസ് ചെയ്യാം. പിന്നെ എൻകറേജ് ഇൻഡസ്ട്രീസ് ടു റീസൈക്കിൾ ആൻഡ് റീയൂസ് ഹീറ്റഡ് വാട്ടർ. ആ ചൂടുള്ള വെള്ളത്തിനെ വീണ്ടും തണുപ്പിച്ച് ഉപയോഗിക്കാനാണ് പറയുന്നത്. എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, കുഴപ്പമുണ്ടാവില്ല. ലൈറ്റിന്റെ കാര്യം എന്താ പറഞ്ഞ? സീറോ ബൾബ് നല്ലതാണോ? അത് ഈ ലൈറ്റ് നമ്മൾ ആവശ്യമില്ലാണ്ട് ഒരുപാട് ലൈറ്റ് വേസ്റ്റ് ആക്കി കളയുന്നില്ലേ, അതിന് പകരം ഇപ്പൊ ചില സമയങ്ങളിൽ നമുക്ക് സീറോ ബൾബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനർജി ലാഭിക്കാം. അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് അത് എഴുതിക്കുന്നത്. LED ബൾബ് ഉപയോഗിക്കില്ല, അങ്ങനെ ഉണ്ടല്ലോ ടീച്ചർ. LED ബൾബ് അല്ലേ യൂസ് ചെയ്യുക? സീറോ ബൾബ് ആണോ? എനിക്ക് പെട്ടെന്ന് സീറോ ബൾബ് ഓർമ്മ വന്നേ, അതും ഓക്കെ, കുഴപ്പമില്ല. അത് മാത്രം ഒന്ന് കണക്ട് ആവാനേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പിങ്കി അല്ലേ? പിങ്കി പിങ്കി ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ആരാ പറഞ്ഞത് കഴിഞ്ഞിട്ട്? ഞാൻ പറയട്ടെ? അച്ഛാണ് പറഞ്ഞോളാം. ഞാൻ കഴിഞ്ഞ ക്ലാസ് കേരള, അപ്പൊ ഞാൻ ഈ പോസ്റ്റർ രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് ആയിട്ട് ഇപ്പൊ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തപ്പോ കണ്ട് ഞാൻ ചെയ്തേന്. കഴിഞ്ഞ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തില്ല. ഓക്കെ മിസ്. ഇങ്ങനെ
കാണാൻ പറ്റുന്നുണ്ടോ മിസ്സേ? ഓക്കേടാ, കാണാടാ. ഇപ്പൊ 4 ടൈപ്പ് പൊല്യൂഷൻസിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് മിസ്സേ. 4 ടൈപ്പ് പൊല്യൂഷൻസ്. ഫസ്റ്റ് നോയ്സ് പൊല്യൂഷൻ, അടുത്ത വാട്ടർ പൊല്യൂഷൻ, പിന്നെ ലാൻഡ് പൊല്യൂഷൻ, എയർ പൊല്യൂഷന്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ ഈ ഒട്ടിച്ചിരിക്കുന്നത്. നോയ്സ് പൊല്യൂഷന്റെ ഒരുപാട് വണ്ടി തിങ്ങി നിറങ്ങി സൗണ്ട് മറ്റേ ഹോണൊക്കെ വെച്ചുകൊണ്ട് പോകുന്നത്. നെക്സ്റ്റ് നമ്മളെ വാട്ടർ പൊല്യൂഷനിലെ എക്സാമ്പിൾ ആണ് വെള്ളത്തിൽ വേസ്റ്റുകളൊക്കെ കൊണ്ടിട്ട് കുപ്പിയുടെ വേസ്റ്റുകളും പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ കൊണ്ടിട്ടത്. അടുത്തത് ലാൻഡ് പൊല്യൂഷനാണ്. പിന്നെ നമ്മളെ ഫാക്ടറി നിലക പുക കൊണ്ട് നമ്മളെ എയർ പൊല്യൂഷൻ ആവുന്നതാണ് അടുത്ത എക്സാമ്പിൾ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ ക്ലാസ് കേട്ടില്ലായിരുന്നു, പക്ഷേ ഇങ്ങനെ ഗ്രൂപ്പിൽ പറയുന്നതായിട്ട് ഞാൻ പോസ്റ്റർ രൂപത്തിലാണ് തയ്യാറാക്കിയത്. ആ പിന്നെ അതിനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ ഞാൻ ഇതാക്കിയത്. ഇത് പോസ്റ്റർ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഓരോ എക്സാമ്പിൾസും കൊടുത്താണ് ചെയ്തത്. ഓക്കെ, കുഴപ്പമില്ല, നല്ലതാണ്. നല്ലതാണ്. മാം, പിങ്കി എന്നെ വിളിച്ചായിരുന്നോ നേരത്തെ? ഫോണിൽ കോള് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഗ്യാസ് കണക്ഷന് ആള് വന്നു, അതുകൊണ്ട് ഡിസ്റ്റർബഡ് ആയതാ. ഞാൻ ഇപ്പൊ പ്രസന്റ് ചെയ്യണം അത്. ചെയ്തോ. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. കേട്ടോ, ഒരു മിനിറ്റ്. മാം കാണാൻ പറ്റുന്നുണ്ടോ? ഒരു A4 ഷീറ്റിൽ ജസ്റ്റ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് പേസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഹെഡിങ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നാലും ഞാൻ പറയാം, പ്രസന്റ് ചെയ്യാം. വാട്ട് ഈസ് പൊല്യൂഷൻ? എന്താണ് പൊല്യൂഷൻ? പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയെയോ അല്ലെങ്കിൽ നമ്മുടെ എൻവിയോൺമെന്റ് പരിസ്ഥിതിയെയോ അവയ്ക്ക് ഹാനികരമാകുന്ന വസ്തുക്കൾ കൊണ്ട് നിറയുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, അതാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. പൊല്യൂഷൻ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ വളരെയധികം ഹാനികരമായി ബാധിക്കുന്ന ഒന്നാണ്. ഇനി അടുത്തത് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ. മെയിനായിട്ട് വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ ആൻഡ് നോയ്സ് പൊല്യൂഷൻ. അതല്ല, വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ബോഡീസ് ലൈക്ക് പോൺസ്, റിവർ, വെല്ല്, നമ്മുടെ ജലസ്രോതസ്സുകൾ, ഇതിനെ ഇതുപോലെയുള്ള മലിന വസ്തുക്കൾ അടിഞ്ഞുകൂടി നശിപ്പിക്കുക. അതിന് കാരണമാകുന്ന മെയിനായിട്ട് കെമിക്കൽസ് ആകാം. ഇൻഡസ്ട്രിയിൽ നിന്നും പുറന്തള്ളുന്ന കെമിക്കൽസ്, അതുപോലെ തന്നെ സീവേജസ്, ഓടകള്, അതിൽ നിന്നുള്ള വെള്ളം, പിന്നെ ബാക്ടീരിയാസ് വളരുന്നതിന് ഉള്ള രീതിയിലുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങള്, പിന്നെ ഓയിൽ വെള്ളത്തിൽ മിക്സ് ആവുക. ഇങ്ങനെ നമ്മുടെ വാട്ടർ ബോഡീസിന് പൊള്യൂട്ടൻസ് നിറഞ്ഞ് പൊള്യൂട്ടഡ് ആയി മാറുന്നു. അത് നമ്മുടെ ഹ്യൂമൻ ലൈഫിനെയും നമ്മുടെ ഹെൽത്തിനെയും ഒക്കെ ബാധിക്കുന്നു. ഒപ്പം അക്വാറ്റിക് ലൈഫിനെയും ബാധിക്കുന്നു. ജലജീവികൾക്ക് വളരാനുള്ള സാഹചര്യം ഇല്ലാതായിത്തീരുന്നു. അടുത്തത് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയർ, അന്തരീക്ഷ മലിനീകരണം എന്ന് പറയാം. നമ്മുടെ എയറിന് ഹാനികരമായ ഗ്യാസസ് വന്ന് നമ്മുടെ എയറിൽ നിറയാം. അതുപോലെ ഡസ്റ്റ്, പൊടികൾ, സ്മോക്ക്, പുക, അതുപോലെ തന്നെ എക്സസ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നിറയാം. ഇതൊക്കെയാണ് എയർ പൊല്യൂഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ബ്രീത്തിങ് ഇഷ്യൂസിന് കാരണമാകും, കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന് കംപ്ലൈന്റ് ഉണ്ടാക്കാൻ കാരണമാകും. പിന്നെ എക്സസ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും. അത് ക്ലൈമറ്റിനെ വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്നതിന് കാരണമാകും. നെക്സ്റ്റ് വൺ, സോയിൽ പൊല്യൂഷൻ. സോയിൽ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പേരാണ് ലാൻഡ് പൊല്യൂഷൻ എന്നുള്ളത്. നമ്മൾ ലാൻഡിലാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ ലാൻഡിൽ എന്തൊക്കെയാണോ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അടിഞ്ഞുകൂടുന്നത്, അത് നമ്മുടെ സോയിലിനെ ദോഷകരമായി ബാധിക്കുന്നതാണ് സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷൻ മെയിനായിട്ട് കാരണം ഉണ്ടാകുന്നത് അജൈവ മാലിന്യങ്ങൾ ലൈക്ക് നമ്മൾ പ്ലാസ്റ്റിക്, മണ്ണിൽ അലിഞ്ഞു തരാത്ത മാലിന്യങ്ങൾ മണ്ണിൽ വരുമ്പോൾ, അതുപോലെ തന്നെ ലിറ്ററിങ്, ചവറ് വലിച്ചെറിയ, മണ്ണിൽ അലിഞ്ഞു ചേരാത്തത്, അതുപോലെ തന്നെ ഫോസിൽസ്, പിന്നെ ഹസാഡസ് വേസ്റ്റേജസ്, മീൻസ് അപകടകരമായ മാലിന്യങ്ങൾ, പെയിന്റ്, ക്ലീനേഴ്സ്, പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ, ഇതൊക്കെ നമ്മുടെ സോയിലിൽ വരുമ്പോൾ, അതുപോലെ മൈനിങ്ങും ഒരു പരിധിവരെ സോയിൽ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ലാൻഡിലുള്ള നമ്മുടെ ജീവന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നവയാണ്. നെക്സ്റ്റ് നോയ്സ് പൊല്യൂഷൻ.
നോയ്സ് പൊല്യൂഷൻ, ശബ്ദ മലിനീകരണം എന്ന് പറഞ്ഞാൽ എക്സസ് എമൗണ്ട് ഓഫ് അൺപ്ലസന്റ് സൗണ്ട്സ്, നമ്മുടെ സുഖകരമല്ലാത്ത ശബ്ദങ്ങൾ കൂടിയ അളവിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ വരുമ്പോഴാണ് നോയ്സ് പൊല്യൂഷൻ ഉണ്ടാകുന്നത്. അത് ഒരുപക്ഷെ ഇൻഡസ്ട്രിയിൽ നിന്നുമുള്ള അൺപ്ലസന്റ് സൗണ്ട്സ് ആയിരിക്കാം, ഫെയർ ക്രാക്കേഴ്സ് വഴി ഉണ്ടാകുന്നതാകാം, ട്രാഫിക് വഴി ഉണ്ടാകുന്നതാകാം, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്നും ഉണ്ടാകുന്ന ഭയങ്കര അൺപ്ലസന്റ് സൗണ്ട്സ് ആയിരിക്കാം. ഇതെല്ലാം നോയ്സ് പൊല്യൂഷന് കാരണമാകുന്നു. ഇതൊക്കെ മനുഷ്യന്റെ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്നവയാണ്. ഒപ്പം മറ്റു ജീവജാലങ്ങൾക്കും ഇത് ദോഷകരമായി ബാധിക്കുന്നു. ഹിയറിംഗ് ലോസ്, പിന്നെ മെന്റൽ ആൻഡ് ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകും. ഹൈപ്പർ ടെൻഷൻ, സ്ട്രെസ് മുതലായവയ്ക്കൊക്കെ നോയ്സ് പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ടൈപ്പ് ഓഫ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനുള്ള സൊല്യൂഷനെ കുറിച്ച് പറയാനാണെങ്കിൽ 3R പ്രിൻസിപ്പിൾ. 3R പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ആവശ്യത്തിന് സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക, പുറത്തേക്ക് വലിച്ചെറിയാനുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, അളവ് കുറയ്ക്കുക ഉപയോഗത്തിന്റെ, അതാണ് റെഡ്യൂസ്, കുറയ്ക്കുക. ദെൻ റീയൂസ്, നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ സാധനം അതിൽ തന്നെ മറ്റു പർപ്പസിന്, ഒരു പർപ്പസിന് ഉപയോഗിച്ച സാധനം മറ്റു പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വാട്ടർ ബോട്ടിലിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് റീഫിൽ ചെയ്ത് ഉപയോഗിക്കാം, പുതിയ ഒരെണ്ണം വാങ്ങിക്കുന്നതിന് പകരം. ഇതാണ് റീയൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ റീസൈക്കിൾ. റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമിങ് റോ മെറ്റീരിയൽസ് ഇൻ ടു ന്യൂ മെറ്റീരിയൽസ്. നമ്മൾ വലിച്ചെറിയാൻ പോകുന്ന സാധനങ്ങളിൽ നിന്നും പുതിയ സാധനങ്ങൾ പുതിയ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കുക. ഇതാണ് റീസൈക്കിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ 3R പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് പൊല്യൂഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സോളാർ എനർജീസ്, നമ്മൾ തെർമൽ എനർജിക്കും ന്യൂക്ലിയർ എനർജിക്കും പകരം സോളാർ എനർജീസ്, വാട്ടർ എനർജീസ്, വിൻഡ് മിൽസ്, ഇതിൽ നിന്നുള്ള എനർജീസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പൊല്യൂഷന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ പെട്രോളിയം ഫ്യൂവൽ വെഹിക്കിൾസിന് പകരം ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പൊല്യൂഷനെ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്ലാന്റിങ് മോർ ട്രീസ്, ഗ്രീൻ ദ എർത്ത്, കൂടുതൽ ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക. അങ്ങനെ പൊല്യൂഷന്റെ അളവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു സംവിധാനം എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഹരിത കർമ്മസേന എന്ന് പറയുന്നത്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഉത്തരവാദിത്തമായി കരുതിക്കൊണ്ട് ഹരിത കർമ്മസേനയൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിലെ ഇതുപോലെയുള്ള പൊളൂട്ടൻസിനെയൊക്കെ ഒഴിവാക്കുക. അത് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തോളും. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, വേറെ ആരും ചെയ്തിട്ടില്ല ഈ ആക്ടിവിറ്റി? ഞാൻ ചെയ്തിട്ടുണ്ട് മാം, പക്ഷെ പനി പിടിച്ചു. ആണോ? ജസ്റ്റ് ഒന്ന് കാണിച്ചോടാ. പിക്ചർ വരച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ വരച്ചതാണ്. ഓക്കെ, ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. വേറെ തൗഷിത അല്ലെ? പോസ്റ്റർ മാത്രമേ ചെയ്തിട്ടുള്ളൂ, പ്രസന്റ് ചെയ്യാനായിട്ട് മടിയാണ് അത് വിചാരിക്കണം. നിങ്ങൾ പോസ്റ്റർ പ്രിപ്പയർ ചെയ്തല്ലേ? കാണിക്കാം കേട്ടോ. തൗഷിത സൗഷിത മോൻ പ്രസന്റ് ചെയ്തോ കേട്ടോ. വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, വേറെ ആരും പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് മാൻ ആൻഡ് എൻവയോൺമെന്റ് പറഞ്ഞ. ഓക്കെ, ദൗഷിത അൺമ്യൂട്ടഡാ. പ്രസന്റ് ചെയ്തോ കേട്ടോ.
പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഞാൻ പോസ്റ്റർ മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ. ഓക്കെ, പ്രസന്റ് ചെയ്തോളൂ, കാണിച്ചു കേട്ടോ. ഓക്കെ ഓക്കെ, ഗ്രീൻ ആയതുകൊണ്ടാണോ ഒന്നും എഴുതിയിരിക്കണൊന്നും വായിക്കാൻ പറ്റുന്നില്ല കേട്ടാ. ഓക്കേടാ. ഓക്കെ, എല്ലാവരും ഇപ്പൊ ചാപ്റ്റർ എടുക്കാം. മാൻ ആൻഡ് എൻവയോൺമെന്റ്, യൂണിറ്റ് 10 ആണ്. മാൻ ആൻഡ് എൻവയോൺമെന്റ്. നമ്മളത് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല. ഓക്കെ, മാൻ ആൻഡ് എൻവയോൺമെന്റ്. നമുക്ക് ഏറ്റവും എന്താ പറയാ, നമ്മുടെ റിസോഴ്സസ് എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് അറിയുന്നത്? നമുക്ക് കിട്ടുന്ന ഈ വായു, ജലം, മണ്ണ്, ഭൂമി എല്ലാം നമുക്ക് എന്താണ്? നാച്ചുറൽ റിസോഴ്സ് ആണ്. പ്രകൃതി വിഭവങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ നമ്മുടെ ഭൂമിയിൽ ലൈഫ് പോസിബിൾ ആക്കുന്ന കുറച്ച് ഘടകങ്ങളെയാണ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ശുദ്ധവായു ഉണ്ട്, ശുദ്ധജലം ഉണ്ട്, നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ എല്ലാം നമുക്ക് എവിടെ പോസിബിൾ ആണ്? എർത്തിൽ പോസിബിൾ ആണ്. A resources has been defined as any means of attaining given ends. നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാനായിട്ട്, എന്തെങ്കിലും നേടിയെടുക്കാനായിട്ട് നമുക്ക് ഈ റിസോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. A source of supply or support generally held in reserve. നമുക്കൊരു സോഴ്സ് ഓഫ് സപ്ലൈ ആണ്, നമുക്ക് ആവശ്യമുള്ള ഘടകങ്ങളുടെ സപ്ലൈ ആയിട്ടാണ് നമ്മൾ റിസോഴ്സിനെ കാണുന്നത്. നാച്ചുറൽ റിസോഴ്സ് ഇൻക്ലൂഡ് ദ ടോട്ടൽ നാച്ചുറൽ എൻവയോൺമെന്റ് ദാറ്റ് ഈസ് എൻറ്റയർ സർഫസ് ലെയർ ഓഫ് ദ എർത്ത്. നമ്മുടെ എൻറ്റയർ സർഫസ് ഉണ്ടല്ലോ, എർത്തിന്റെ ഈ എൻറ്റയർ സർഫസ്, ഈ ലെയറിൽ ഉള്ള നാച്ചുറൽ റിസോഴ്സുകൾ മൊത്തമായിട്ടുള്ള ഈ എൻവയോൺമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത്. സോ ദ നാച്ചുറൽ റിസോഴ്സസ് ആർ ദ കമ്പോണൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ. അപ്പൊ ഈ 3 സ്ഫിയറുകൾ, 3 ലെയറിലെയും കമ്പോണൻസ്, നാച്ചുറൽ കമ്പോണൻസിനെയാണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ അഫ്ലുവൻസ് ആൻഡ് അവൈലബിലിറ്റി, നാച്ചുറൽ റിസോഴ്സസ് ആർ ഡിവൈഡ് ഇൻടു 2 സെഷൻസ്. നമുക്ക് നമ്മുടെ നാച്ചുറൽ റിസോഴ്സിന് രണ്ടായിട്ട്, നമുക്ക് അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് നമുക്ക് റിസോഴ്സിന് രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഒന്ന് റിന്യൂവൽ റിസോഴ്സ് ആണ്, നമ്മൾ ഉപയോഗിക്കും തോറും അത് വീണ്ടും വീണ്ടും റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്താണ് നോൺ റിന്യൂവൽ റിസോഴ്സസ്. നോൺ റിന്യൂവൽ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കും തോറും അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കും തോറും അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുക, തീർന്നുകൊണ്ടിരിക്കുകയാണ്. റിന്യൂവൽ റിസോഴ്സിന് ഒരു എക്സാമ്പിൾ ആണ് വാട്ടർ. നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് റീജനറേറ്റ് ചെയ്യുന്നില്ലേ, റീസ്റ്റോർ ചെയ്യുന്നില്ലേ? എന്ന് വെച്ചാൽ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്, അത് എന്താണ്, നമ്മൾ ആ ഉപയോഗിക്കുന്ന ജലം മണ്ണിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുന്നു, അത് വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ വാട്ടർ സൈക്കിളിന്റെ പ്രോസസ് ആയിട്ട് വീണ്ടും അത് എന്ത് ചെയ്യുന്നുണ്ട്? ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് 2 ടൈപ്സ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്. ഒന്ന് റിന്യൂവൽ റിസോഴ്സും രണ്ടാമത്തത് നോൺ റിന്യൂവൽ റിസോഴ്സും. ദീസ് റിസോഴ്സ് ആർ നാച്ചുറലി റീസ്റ്റോർഡ് ആഫ്റ്റർ ബീങ് യൂസ്ഡ്. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അത് നാച്ചുറലി റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആണ് വാട്ടർ ആൻഡ് ബയോമാസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടറും പിന്നെ നമ്മളുടെ ജീവജാലങ്ങളും അയക്കാം. നോൺ റിന്യൂവൽ റിസോഴ്സ്, ദീസ് റിസോഴ്സ് which cannot be replenished with a small period. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കൊണ്ട് അത് എന്ത് ചെയ്യുന്നില്ല? റീസ്റ്റോർ ചെയ്യുന്നില്ല. റീപ്ലെനിഷ്ഡ് എന്ന് വെച്ചാൽ നിറച്ചു എന്നുള്ളൊരു മീനിങ് ആണ്. അത് റീസ്റ്റോർ ചെയ്യുന്നില്ല. നമുക്കറിയാം ഫോസിൽ ഫ്യൂവൽസ്, ക്രൂഡ് ഓയിൽ, പെട്രോള്, അതേപോലെ ഓർ മെറ്റൽസ്, ഇപ്പൊ അയൺ ഓർ ആവട്ടെ, ഗോൾഡിന്റെ ഓർ ആവട്ടെ, എന്താവട്ടെ, ഇതെല്ലാം ഒരുപാട് കാലങ്ങൾ, ഒരുപാടോളം വർഷം പഴക്കമുള്ളതാണ് ഈ ക്രൂഡ് ഓയിൽ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഭൂമിയുടെ അടിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന പെട്രോള്, ഡീസല്, കെറോസിനൊക്കെ നമ്മളിത് ഉപയോഗിക്കും തോറും ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇത് വാനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തീർന്നുകൊണ്ടിരിക്കുകയാണ്.
വാനിഷ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ അതുകൊണ്ടാണ് ഈ ഫോസിൽ ഫ്യൂവൽസിന്റെ ഒക്കെ ഉപയോഗം കുറച്ച് അടുത്ത റിസോഴ്സസിലേക്ക്, ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് പെട്രോൾ ഡീസൽ വണ്ടികൾ ഇറങ്ങുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇപ്പൊ ഏതാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് മാർക്കറ്റിൽ ഇറങ്ങുന്നത്. കാരണം എന്താണ്, ഫോസിൽ ഫ്യൂവൽസിന്റെ ഒക്കെ കാര്യം ഒരുവിധം തീരുമാനമായി, കാരണം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്തു, ഈ പറഞ്ഞുള്ള നമ്മളുടെ എന്താണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്, ഇലക്ട്രിക്കൽ വണ്ടികളും അതേപോലെ അങ്ങനത്തെ വെഹിക്കിൾസ് ഒക്കെ ഇറക്കുമ്പോൾ അവർ കുറച്ചും കൂടി അവർക്ക് ഇത് കിട്ടുന്നുണ്ട്, വീണ്ടും അത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്ത് റിസോഴ്സസ്, നമ്മൾ ഹ്യൂമൻ ഇന്ററാക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഹ്യൂമൻ ഇന്ററാക്ഷൻ റിന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സും ആയിട്ടുള്ള ഹ്യൂമൻ ഇന്ററാക്ഷൻ എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ്, നമ്മൾ എങ്ങനെയാണ് സസ്റ്റൈനബിൾ ആയിട്ട് കറക്റ്റ് ആയിട്ട് റിന്യൂവബിൾ റിസോഴ്സ് മാനേജ് ചെയ്യേണ്ടത്. നമുക്കറിയാം വെള്ളം ഒരുപാട് കിട്ടുന്നുണ്ട് അല്ലെ, റിന്യൂവബിൾ ആണ്. അതും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വെള്ളം മൊത്തം എന്ത് ചെയ്യാൻ പാടില്ല, നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ മലിനമാക്കാനോ പാടുണ്ടോ? ഇല്ല. കാരണം നമുക്ക് വെള്ളം അവൈലബിൾ ആണ്, ഭൂമിയുടെ 75% വാട്ടർ ആണെന്ന് ചെറുപ്പം മുതലേ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ശുദ്ധജലത്തിന്റെ അളവ് കുറവാണ്. കേരളത്തില് ഇത്രയും പുഴകളൊക്കെ ഉള്ള നാട്ടിൽ ജീവിക്കാൻ നമുക്ക് അത് വലിയൊരു സംഭവമായിട്ട് തോന്നൂല. ശുദ്ധജലം എന്ന് പറയുന്നത് വലിയ സംഭവമായിട്ട് തോന്നില്ല. തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട് ഒന്ന് ചിന്തിച്ചാൽ മതി. അവർ ഡെയിലി വെള്ളത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കാം, ബക്കറ്റും കുടമൊക്കെ പിടിച്ച് എല്ലാ ദിവസവും അവർക്ക് കുടിവെള്ളം കിട്ടണമെങ്കിൽ ടാങ്കർ ലോറിയില് തന്നെ വെള്ളത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, ക്യൂ നിൽക്കാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്ക്, വെള്ളത്തിന്റെ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും ഒരേപോലെ അല്ല ഈ പറഞ്ഞിട്ടുള്ള റിന്യൂവബിൾ റിസോഴ്സ് ആയ വാട്ടർ പോലും കിട്ടുന്നത്. നമ്മൾ ഭാഗ്യവാന്മാരാണ്, കാരണം നമ്മൾ വെള്ളത്തിന്റെ ഒക്കെ നാട്ടിലാണ്. ഇത്രയും നല്ല ശുദ്ധജലം, ഒരുപാട് വെള്ളം നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കൈ കഴുകുന്നതും അതേപോലെ ഡ്രസ്സ് അലക്കുന്നതും എല്ലാ വെള്ളവും ശുദ്ധജലമായിരിക്കും ചില വീടുകളിലൊക്കെ. ഫാത്തിമ മ്യൂട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഭൂരിഭാഗം വാട്ടറും എന്താണ്, പ്യൂർ വാട്ടർ ആണ്. ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ മറ്റുള്ള ആക്ടിവിറ്റീസ് കുടിക്കാൻ മാത്രമല്ല ബാക്കി എല്ലാ ആക്ടിവിറ്റീസിനും യൂസ് ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് എന്താണ്, ശുദ്ധജലം തന്നെയാണ്. നമ്മളപ്പോ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ എന്റെ വീട്ടിലെ കാര്യം ഞാൻ പറയാം. വീട്ടില് വാട്ടർ കണക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ വീട്ടിൽ ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ എടുക്കുന്നത് കിണറ്റിൽ നിന്ന് അടിക്കുന്ന വെള്ളമാണ്. ബാക്കി കുടിക്കാൻ വേണ്ടി മാത്രം ഒരു പൈപ്പ് ഉണ്ട്, കുടിവെള്ളം ആ പൈപ്പിൽ നിന്ന് മാത്രമാണ് എടുക്കുന്നത്. എന്ന് വെച്ചാല് ഒന്ന് ബെനിഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് വാട്ടർ ബില്ല് കൊടുക്കണ്ട. പിന്നെ രണ്ടാമത്തെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാല് എന്താണ്, ഈ ശുദ്ധജലം നമ്മൾ അനാവശ്യമായിട്ട് പാഴാക്കുന്നില്ല. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ജലം ഭൂമിയുടെ അടിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെയൊക്കെ ലൊക്കാലിറ്റിയിൽ ഏകദേശം ഭൂരിഭാഗം ലൊക്കാലിറ്റിയിൽ കേരളത്തിൽ എല്ലായിടത്തും ഇതേപോലെ വെള്ളം അവൈലബിൾ ആണ്. അപ്പൊ ശുദ്ധജലം മാത്രം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം, മലിനമാക്കരുത്. അതാണ് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സ്. The primary concern in sustainable management of renewable resources is to secure that the rate at which became replenished or regenerated. നമുക്കത് റീജനറേറ്റ് ചെയ്യുന്നുണ്ട്, റിപ്ലെനിഷ്ഡ് ചെയ്യുന്നുണ്ട്. ദിസ് മീൻസ് ദാറ്റ് വാട്ടർ ഷുഡ് നോട്ട് ബി വിഡ്രോ ഫ്രം ദ വെൽ അറ്റ് ഫാസ്റ്റർ ദാൻ ദ റേറ്റ് അറ്റ് വിച്ച് ദ റെയിൻ വാട്ടർ ഈസ് റീപ്ലെനിഷിംഗ് അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് സ്ട്രീംസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മളിപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, മഴവെള്ളം മൊത്തം നമുക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. ഇൻ ദ സെയിം വേ ദ നമ്പർ ഓഫ് ട്രീസ് കട്ട് ഡൗൺ should not be outstream the number of new trees planted. അപ്പൊ നമ്മൾ ഭൂമിയിലേക്ക് മൊത്തം വെള്ളം ഇറങ്ങി ചെല്ലേണ്ടതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ചില വെള്ളങ്ങളൊക്കെ ഒഴുകി അങ്ങോട്ട് എവിടേക്ക് പോവാണ്, കടലിലേക്ക് തന്നെ പോവാണ്, പുഴകൾ വഴി കടലിലേക്ക് പോവാണ് മഴവെള്ളങ്ങൾ. എല്ലാ മഴവെള്ളവും നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഭൂരിഭാഗം വെള്ളവും മണ്ണിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടർ ഉണ്ടാവുള്ളൂ. കിണറ്റിലൊക്കെ വരുന്ന വെള്ളം എന്താവുള്ളൂ, റീഫിൽ ആവുള്ളൂ. ഇനി അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ട്രീസ് കട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ നമ്പർ ഓഫ് ട്രീസ് എന്ത് ചെയ്യണം, പ്ലാന്റ് ചെയ്യണം. നമ്മളിൽ ആരെങ്കിലും ഞാൻ പറഞ്ഞ ഞാൻ ടീച്ചർ ആയതുകൊണ്ട് ജൂൺ 5 ഒരു മരം നടാറുണ്ട്. എല്ലാ വർഷവും ജൂൺ 5 നമുക്കൊരു മരം കിട്ടും, നമ്മൾ അത് നടാറുണ്ട്, അത് പ്ലാൻ ചെയ്യാറുണ്ട്. എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, ഞാൻ അന്ന് മാത്രമാണ്
മണ്ണിൽ ഇറങ്ങി ഒരു ചെടിയെങ്കിലും നടുന്നത്. വേറൊരു ദിവസവും ഇതേപോലെ പ്ലാന്റിങ്ങോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യാറില്ല. നിങ്ങൾ എല്ലാവരും അതേപോലെ തന്നെയാകില്ലേ അല്ലെ? പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് മാത്രമല്ലേ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്നത്, ഒരു ചെടിയെങ്കിലും നടുന്നത്? അല്ലാത്ത ബാക്കി എല്ലാ ദിവസവും നിങ്ങൾ ആരെങ്കിലും ഒരു ചെടിയെങ്കിലും നടാറുണ്ടോ? ചെടിയെന്ന് പറഞ്ഞാല് പൂക്കളോ അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുന്നതല്ല, മരങ്ങൾ നടാറുണ്ടോ? മാത്രമാണ് മാം. പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് കൊടുത്തു വിടുമല്ലോ, അത് നമ്മൾ കൊണ്ടുവന്ന് വൈകുന്നേരം ആവുമ്പോ നടും. പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് മാത്രം. ജൂൺ 5-ാം തീയതിയാണ് പരിസ്ഥിതി ദിനം. അന്ന് മാത്രമാണ് ഉണ്ട്. ഫർസാന ചെയ്യാറുണ്ട് കേട്ടോ, നല്ല കാര്യമാണ്. എന്റെ അച്ഛനല്ലേ, എന്റെ അച്ഛൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മരങ്ങളൊക്കെ നടും. വീടിന് ചുറ്റും മരമാണ്. അപ്പൊ അച്ഛൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൃഷിയിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അച്ഛൻ എന്ത് ചെയ്യും, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കും. എന്നോട് അച്ഛൻ പറയും, ഇന്ന ചെടി ഉണ്ട് മോളെ കൊണ്ടോ, മോനത് വെച്ച് നോക്ക് നല്ലതാണ്. പക്ഷെ ഞാനത് ഭയങ്കര ചെയ്യില്ല. നമ്മൾ ബിസിയാണ്, നമുക്ക് അതൊക്കെ ചെയ്യാനായിട്ട് അവിടെ സമയമുള്ളത് അല്ലേ. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എപ്പോഴെങ്കിലൊക്കെ ഒരു ചെടിയൊക്കെ നടുന്നത് നല്ലതായിരിക്കും. നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെയൊക്കെ പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും ഒക്കെ നമുക്ക് വേണ്ടി നട്ടു വളർത്തിയ ചെടികളിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞുള്ള ചക്കയും മാങ്ങയും എല്ലാവരും തേങ്ങ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഫ്രൂട്ട്സ് ഒക്കെ കേട്ടോ, ഈ പറഞ്ഞ വലിയ പ്ലാവും മാവൊക്കെ അപ്പൊ ഇത് നമ്മളുടെ കാരണം എന്താ പറയാ, പാരന്റ്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഈ മാവ് എന്റെ അച്ഛൻ നട്ടതാണ്. അച്ഛൻ നട്ടപ്പോ പറഞ്ഞു, ചിലപ്പോ ഈ മാവിൽ നിന്നുള്ള മാങ്ങ എനിക്ക് കഴിക്കാൻ പറ്റില്ല, ചിലപ്പോ നിനക്ക് കഴിക്കാൻ പറ്റില്ല, എന്നാലും നിന്റെ മക്കൾക്ക് ഇത് കഴിക്കാൻ പറ്റുമല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും അന്ന് അത് നട്ടത് എന്നിട്ട്. അപ്പൊ അത് ഭാവിയിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ അവർക്ക് അത്രയും എന്താ പറയാ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എൻജോയ് ചെയ്ത പോലെ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ പോലത്തെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുള്ളൂ. ഇനി മാനേജ്മെന്റ് ഓഫ് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. നമുക്ക് എന്താ പറയാ, നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സ് എങ്ങനെ മാനേജ് ചെയ്യണമെന്നാണ് ഇനി പറയുന്നത്. ദ ഫോഴ്സ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് മാനേജ്മെന്റ് ഡിഫറെന്റ് ഫ്രം റിന്യൂവബിൾ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മൾ നോൺ റിന്യൂവബിൾ റിസോഴ്സും റിന്യൂവബിൾ റിസോഴ്സും നമ്മൾ വ്യത്യാസമുണ്ട്. റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉള്ളതിനെ നല്ല രീതിയിൽ ഒന്ന് എന്ത് ചെയ്താൽ മതി, നല്ല രീതിയിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വിട്ടാൽ മതി. പക്ഷെ നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കും തോറും എന്ത് ചെയ്തോണ്ടിരിക്കുന്നത്, തീർന്നുകൊണ്ടിരിക്കുകയാണ്, ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The seven features of non-renewable resource is that it can drain. The more we use, the less remains. നമ്മൾ ഉപയോഗിക്കും തോറും അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തീർന്നുകൊണ്ടിരിക്കുകയാണ്. The earth is basically a closed ecosystem. Closed system. ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണ് earth എന്ന് പറയുന്നത്. നമ്മളത് യൂസ് ചെയ്ത് തീർന്നിട്ടുണ്ടെങ്കിൽ അത് തീർന്നു, പിന്നെ അവിടെ ഇല്ല. ഇപ്പോ നമ്മളുടെ എർത്തിലുള്ള ഒരു 80% ഗോൾഡ് നമ്മൾ ഖനനം ചെയ്തെടുത്തിട്ടുണ്ട്. അയണും ഗോൾഡൊക്കെ ഖനനം ചെയ്തെടുത്തു 80%. അതെന്താണ്, ഇനിയും നമ്മുടെ മാർക്കറ്റിൽ ഉള്ളതിന്റെ വില കൂടുള്ളൂ. കാരണം ഇല്ല, ഭൂമിയിൽ തീർന്നു. ഇനിയിപ്പോ ഭൂമിയിൽ ഈ പറഞ്ഞ റിസോഴ്സ് ഒന്നും ഇല്ല. അപ്പൊ ഉള്ളതിന്റെ വില എന്താണ്, അത് വളരെ കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. The amount of matter in ecosystem is fixed. നമ്മുടെ എക്കോസിസ്റ്റത്തിലുള്ള മാറ്ററിന്റെ അളവ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. The existing solid earth resources are all that we have, probably all well where we have. നമുക്ക് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാം, എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ പെട്രോൾ ഡീസലൊക്കെ വണ്ടികളൊക്കെ ഉപേക്ഷിച്ച് ഇലക്ട്രിക് വണ്ടികളിലേക്ക് ആൾക്കാർ മാറുന്നതും അതേപോലെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മളറിയാതെ തന്നെ നമ്മുടെ ലൈഫിലേക്ക് അത് എന്ത് ചെയ്യാണ്, നമ്മൾ ആദ്യം ഒരു 10 വർഷം മുമ്പ് ഇലക്ട്രിക് വണ്ടിയോ കറണ്ടിൽ ഓടുന്ന വണ്ടികൾ കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമാണെങ്കിൽ അത് സമയമായി. കാരണം റിന്യൂവബിൾ റിസോഴ്സ്, നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്നാണ് പെട്രോൾ ഡീസൽ ക്രൂഡ് ഓയിൽ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പെട്രോൾ ഡീസലൊക്കെ. അപ്പൊ അത് തീർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ മാർഗങ്ങൾ കണ്ടെത്തണം. നമ്മളത് പ്രാക്ടിക്കലായി നമ്മൾ പ്രാക്ടിക്കലായിട്ട് അത് നമ്മുടെ ലൈഫിൽ അത് ആപ്ലിക്കബിൾ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ എർത്ത് ഫേസ് ചെയ്യുന്ന ഒരുപാട് എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. മെയിൻ ആയിട്ട് നമ്മള് എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷൻ, ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള പൊല്യൂഷൻസ്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൽ കൂടുതൽ പൊല്യൂഷൻസ് നമ്മൾ ഡെയിലി ഫേസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഇത്രയും ഉള്ളൂ. എൻവയോൺമെന്റ് പൊല്യൂഷൻ മീൻസ്
working in the environment in such manner that it is unable to play its role properly. നമ്മുടെ എർത്തിന് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് പ്രോപ്പർ ആയിട്ട് അവരെ ഏൽപ്പിച്ചിട്ടുള്ള റോള് ചെയ്യാൻ പറ്റുക. അതെ, ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻവയോൺമെന്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. എ ബ്ലെൻഡഡ് എൻവയോൺമെന്റ് is not going to maintain, nourish or sustain humanity. Environment pollution is air pollution, land pollution, sound pollution, radiation pollution. നമ്മൾ ഒരു 5 വർഷം മുമ്പ്, 5 വേണ്ട 10 വർഷം മുമ്പ് നമ്മുടെ എർത്ത് എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ എൻവയോൺമെന്റ് പൊല്യൂഷൻ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. നമ്മുടെ ലാൻഡ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷൻ പലതിന്റെ കാരണമായിട്ട് ഒരുപാട് ജീവജാലങ്ങൾ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, തുടച്ചു നീക്കിയിട്ടുണ്ട്. ഒരുപാട് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളും നമ്മളുണ്ട്. ഇതിൽ ഫസ്റ്റ് വരുന്നത് എയർ പൊല്യൂഷൻ ആണ്. എയർ പൊല്യൂഷൻ may be defined as happening in air of any foreign material or gas which is risky to man, vegetation, animals or building. നമ്മുടെ എയർ പൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയറിലേക്ക് ഫോറിൻ മെറ്റീരിയൽസ്, എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ്, ഗ്യാസ് വരുന്നത് അതെന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യർക്കും നമ്മുടെ വെജിറ്റേഷനും അതേപോലെ നമ്മുടെ അനിമൽസിനും ബിൽഡിങ്ങിനൊക്കെ ദോഷകരമാണ്. Thus the contamination of the air with the dust, smoke, harmful gas may considered as air pollution. നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എയർ, ഡസ്റ്റ്, സ്മോക്ക്, ഹാർംഫുൾ ആയിട്ടുള്ള ഗ്യാസസിന്റെയൊക്കെ ആ ഒരു നമ്മുടെ എയറിലേക്കുള്ള ഒരു എന്താ പറയാ, അങ്ങനെ പുറന്തള്ളുന്നതിനാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരുപാട് അല്ലാതെ ഉണ്ട്. ഫാക്ടറിയിൽ നിന്നുള്ള ഗ്യാസുകൾ, നമ്മൾ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് നിന്നുള്ള ഗ്യാസുകൾ, സ്മോക്ക്, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്രാക്കേഴ്സ് ഒക്കെ ഇല്ലേ, പടക്കമൊക്കെ പൊട്ടിക്കൂലേ, അതിൽ നിന്ന് വരുന്ന പുകകള്, അതേപോലെ അമ്പലങ്ങളിലൊക്കെ നമ്മൾ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ അവരിങ്ങനെ വെടിക്കെട്ടിനൊക്കെ ഉള്ള രീതിയിൽ, ഞാൻ എക്സാമ്പിൾ പറയുന്നത് കേട്ടോ, വെടിക്കെട്ടെന്നൊക്കെ ഉള്ള രീതിയിൽ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയില അല്ലെങ്കിൽ കുറച്ച് ഏരിയയില എയർ ഭയങ്കരമായിട്ട് കെമിക്കൽസിന്റെ, ഭയങ്കര എന്താ പറയുക, മരുന്നിന്റെ ഒക്കെ മണമായിരിക്കും, കെമിക്കൽസിന്റെ മണമായിരിക്കും. അത് ഒരുപാട് ശ്വസിക്കേണ്ടത് നമുക്ക് നല്ലതല്ല. നമുക്ക് ആസ്മ അതേപോലത്തെ രോഗങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ മാക്സിമം കുട്ടികള് ഇതേപോലത്തെ എയറുകള്, അതേപോലെ ഇങ്ങനത്തെ എയറൊക്കെ ശ്വസിക്കേണ്ടത് അവരെ അവോയ്ഡ് ചെയ്യണം. അപ്പൊ നമ്മള് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം, നമ്മുടെ എയർ കണ്ടാമിനേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണ്, അതിൽ എന്തെങ്കിലും പ്രശ്നം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കർശിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, വിയർ ചെയ്യാം, പ്രോപ്പർ ആയിട്ട് വിയർ ചെയ്യാം. കാരണം അത് ശ്വസിക്കുന്നത് മൂലം അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഭോപ്പാൽ ദുരന്തമൊക്കെ അറിഞ്ഞുണ്ട് നിങ്ങൾക്ക്? ഭോപ്പാൽ ദുരന്തം അറിയാമോ? ഓക്കെ, ഒരുപാട് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു ദുരന്തമാണ് ഭോപ്പാൽ ദുരന്തം എന്ന് പറയുന്നത്. ആ ഒരു ഏരിയയില മൊത്തം എന്താ പറയാ, ഒരു ചേരി പ്രദേശമായിരുന്നു. ആ ചേരി പ്രദേശത്തെ മൊത്തം ആൾക്കാരും നമ്മളെയൊക്കെ പോലെ തന്നെ എന്താ പറയാ, ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയതാണ്. ആ ഒരു ഫാക്ടറിയിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള കെമിക്കൽ ഗ്യാസ് ലീക്കായി അത് ശ്വസിച്ച് ഒരുപാട് പേര് മരണം സംഭവിച്ചു. അന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ഗവൺമെന്റ് ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു അത്. കാരണം ആ ഒരു പുക ശ്വസിച്ച എല്ലാവരും മരണം സംഭവിച്ചു. രക്ഷപ്പെട്ടവരാണെങ്കിൽ അവർക്ക് എന്താ പറയാ, ജനറ്റിക് ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ, പിന്നീട് ഒരുപാട് അസുഖങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മാക്സിമം കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. ഹാർംഫുൾ ഗ്യാസസ് അല്ലെങ്കിൽ നമുക്ക് സ്മെല്ല് ചെയ്ത് അറിയാൻ പറ്റും. മിക്ക എയറിലും ഇന്നതാണ് പ്രശ്നം എന്നുള്ളത് സ്മെല്ല് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാസ്കോ അല്ലെങ്കിൽ കർച്ചീഫോ നല്ല രീതിയിൽ മടക്കി കർച്ചീഫ് ഇങ്ങനെ നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാം, കവർ ചെയ്ത് വെക്കണം എന്ന് കുട്ടികളെ പറഞ്ഞു കൊടുക്കണം. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എയർ പൊല്യൂഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ ഇപ്പോ ശരിയാണ് കേട്ടോ, ഡൽഹിയിലെ കാര്യം ഞാൻ പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഡൽഹിയില് ഇപ്പൊ നമ്മുടെ ഈ മഞ്ഞ സീസണില്, മഞ്ഞ് എന്ന് പറയുമ്പോൾ വിന്റർ സീസൺ ആണ് ഇപ്പൊ അവിടെ ഉള്ളത്. ജനുവരി 25, 26 ഒക്കെ ആകുമ്പോഴേക്കും നല്ല മഞ്ഞായിരിക്കും. ഒരു 0 ഡിഗ്രി അല്ല നെഗറ്റീവിലേക്കൊക്കെ പോവാറുണ്ട് അവിടുത്തെ ടെമ്പറേച്ചർ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എയർ പൊല്യൂഷന്റെ അളവ് കൂടുതലാണ്. അപ്പൊ ഈ എയർ പൊല്യൂഷൻ കൂടി കഴിഞ്ഞപ്പോ അവിടുത്തെ ഗവൺമെന്റ് ഒരുപാട് വെഹിക്കിൾസ് ഒക്കെ നിരോധിച്ചു. ഈ 15 years
പഴക്കമുള്ള 15 വർഷമൊക്കെ പഴക്കമുള്ള വെഹിക്കിൾസ് അവിടെ എന്താണ് നിരോധിച്ചു. അവിടെ നിരത്തിൽ ഓടാൻ പാടില്ല എന്നുള്ള നിയമമൊക്കെ കൊണ്ടുവന്നു. കാരണം ഈ എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഡൽഹി എന്ന് പറയുന്നത് ഒരുപാട് ഏരിയ ചുറ്റപ്പെട്ട നടുക്കുള്ള ഒരു പ്രദേശമാണ് എന്ത് ഡൽഹി എന്ന് പറയുന്നത്. അതിന് ചുറ്റുമുള്ള മിക്ക പ്രദേശത്തും എന്താണ് കൃഷികളാണ് അവരുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മെയിൻ ആയിട്ട് എന്താണ് കൃഷിയാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത്. ഡൽഹി ഒഴികെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് വിളവൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ വൈക്കോലൊക്കെ ഉണ്ടാവും. ഈ വൈക്കോലൊക്കെ എന്ത് ചെയ്യും അവർ ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിക്കും. അപ്പൊ ഈ കൂട്ടി കത്തിക്കുമ്പോ ഈ പുകയുണ്ടല്ലോ, പുക എങ്ങനെയാണ് എയറിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്കാണ് വരുന്നത്. അത് ഡൽഹിയിലേക്ക് പെട്ടെന്ന് കാറ്റടിച്ച് ഡൽഹിയിലേക്ക് ചെല്ലുകയും അപ്പൊ ആ ഒരു പ്രദേശത്തേക്കുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ എന്താ പറയുക ഗതാഗത വണ്ടിയൊക്കെ ഓടിക്കാൻ പോലും അവർക്ക് പറ്റാത്ത രീതിയിൽ ഒരു മൂടല് ഫോം ചെയ്യും. അതേപോലെ അവിടുത്തെ എയർ ടെസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്നത് ഇവിടുത്തെ എയർ ഭയങ്കരമായിട്ട് പൊല്യൂട്ടഡ് ആണ്, അത്രയും പൊല്യൂഷൻ കൂടുതലാണ്. അപ്പൊ ഒന്ന് ഈ കൃഷിയിൽ നിന്നൊക്കെ ബാംഗ്ലൂരിലുണ്ട് എയർ പൊല്യൂഷൻ കുട്ടികളെ എല്ലാം കൊണ്ടുപോകും. മിസ് ഇപ്പൊ ഇവിടെ അടുത്ത് നമ്മളെ കേരളത്തിലില്ലായിരുന്നോ തിരുവനന്തപുരത്തെ വേസ്റ്റ് ഹരിത കർമ്മസേനന്റെ വേസ്റ്റ് കത്തിന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ലേ എറണാകുളത്ത് കുറെ ദിവസം അവിടുത്തെ അടുത്തുള്ള സ്കൂളുകളൊക്കെ എവിടെയായിരുന്നു അത് പേരുണ്ടായിരുന്നു മറന്നുപോയി. ബ്രഹ്മപുരാണ്. ബ്രഹ്മപുരം പ്ലാൻ അവിടെ അതുകൊണ്ട് പെട്ടെന്ന് കത്തിപിടിച്ച് ഒരുപാട് പുക. നമുക്കത് 2-3 ദിവസം നമ്മൾ ആ ഒരു പ്രശ്നം ഫേസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ എയർ പൊല്യൂഷൻസ് ഒരുപാട് പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ട്. മാക്സിമം നമ്മൾ അത് എന്ത് ചെയ്യും കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. നമ്മള് ഈ ട്രാൻസ്പോർട്ടേഷൻ മെയിൻ ആയിട്ട് നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നത് ട്രാൻസ്പോർട്ടേഷൻ കുറയ്ക്കാനാണ്. ട്രാൻസ്പോർട്ടേഷൻ വെച്ചാല് നിങ്ങളൊന്ന് ആലോചിച്ചു ഒരു ഇമേജ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഇമേജ് ആണ്. ഒരു ബസ്സിൽ ഒരു 30 പേര് ട്രാവൽ ചെയ്യാണ്. അതൊരു റോട്ടിൽ കൂടെ പോവാണ് ആ ബസ്. അതിന് താഴത്തെ റോട്ടിൽ കൂടെ ഒരു 30 കൂടുതൽ വെഹിക്കിൾസ് ട്രാവൽ ചെയ്യാണ്. എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് ഏത് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മൾ പ്രിഫർ ചെയ്യാം എന്നാ ചോദിച്ചിരിക്കണേ. ഞാനാണെങ്കിൽ ആ ബസ്സിൽ ട്രാവൽ ചെയ്യാനേ ഞാൻ ഇഷ്ടപ്പെടുള്ളൂ. കാരണം അത്രയും ട്രാഫിക് കുറവായിരിക്കും. ഇത്രയും പേര് ഒരുമിച്ച് പോകുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്ന ആൾക്കാരായിരിക്കും. ഇത്രയും വണ്ടി ഓടിച്ച് ഞാൻ പറഞ്ഞ പോലത്തെ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ കത്തിച്ച് എന്തിനാ അത്രയും പൊല്യൂട്ടഡ് ആക്കണേ നമ്മുടെ എയറിനെ? അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, നമ്മുടെ റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അതേപോലെ നമ്മുടെ എയറിലേക്കുള്ള പൊല്യൂഷൻസ് കുറയ്ക്കാനായിട്ട് നമ്മൾ സ്റ്റെപ്സ് എടുക്കാം. നമ്മളെല്ലാവരും യൂസ് ചെയ്യുകയാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ യൂസ് ചെയ്യുള്ളൂ. നമുക്ക് എന്താ അതിൽ കുറച്ചിലായിട്ടാ തോന്നുന്നേ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, വണ്ടി ഓടിച്ച് തന്നെ പോകും എന്നുള്ള വാശിയൊന്നും വേണ്ട. കാരണം നമ്മള് ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ കോസ്റ്റ്ലി ആണ്. നമ്മൾ ഈ സ്വന്തം പേഴ്സണൽ വെഹിക്കിൾസിൽ പോവാന്നുള്ളത് കോസ്റ്റ്ലി ആണ്. അത് കുറയ്ക്കാനായിട്ട് നോക്കാം കേട്ടോ. നോക്കാം. എയർ പൊല്യൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ഹാപ്പനിങ് എന്ന് പറഞ്ഞാൽ കോസസ് ഓഫ് എയർ പൊല്യൂഷൻ ആണ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷന്റെ ഭാഗമായിട്ട് വെഹിക്കിൾസിൽ നിന്ന് വരുന്ന എയർ മൂലം നമുക്ക് എന്ത് വരുന്നുണ്ട്, എയർ പൊല്യൂഷൻ വരുന്നുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് വെച്ചാൽ ഇൻഡസ്ട്രീസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എയർ പൊല്യൂഷൻ വരുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ഞാൻ പഠിച്ചിരുന്നത് എറണാകുളത്താണ്, കലൂര്. അപ്പോ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നത് പറന്നൂർക്കാണ് വരുന്നത്. അപ്പൊ അത് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഏലൂര് ഭാഗം വഴി വരാണെങ്കിൽ അവിടെ കുറെ ഇൻഡസ്ട്രീസ് ഉണ്ട്. എന്താ വെച്ചാൽ കുറെ ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പൊ ആ ഇൻഡസ്ട്രീസിലേക്ക് അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ എയറിന്റെ സ്മെല്ല് ഒരു വേറെ വ്യത്യാസമുള്ള ഒരു സ്മെല്ലാണ്. നമുക്ക് ശ്വസിച്ചാൽ അറിയാം അതില് ഇരുമ്പിന്റെയോ അങ്ങനെ മറ്റെന്തിന്റെയോ ഒക്കെ സ്മെല്ലുണ്ട്. അപ്പൊ ഞാൻ ആ സ്ഥലത്ത് എത്തുമ്പോ എപ്പോഴും എന്തെങ്കിലും കർച്ചീഫ് വെച്ചിട്ട്, മുമ്പ് കൊറോണ ഒന്നും ഉണ്ടായിരുന്നില്ല, മാസ്ക് ഒന്നും ഇല്ല, മാസ്ക് ഒന്നും അത്ര പ്രാബല്യത്തിൽ വരുന്നേക്കാൾ മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഈ കർച്ചീഫ് വെച്ച് മറച്ചു വെക്കും. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് പിറ്റേ ദിവസം പനി വരും. അല്ലെങ്കിൽ ഞാൻ എന്റെ കയ്യിലുള്ള ഷാള് വെച്ചിട്ട് ഇങ്ങനെ ഷാള് മൂടി വെക്കും. കാരണം എന്താണ്, അവിടുത്തെ എയർ ശരിക്കും പൊല്യൂട്ടഡ് ആണ്. ഞാൻ 2-3 പ്രാവശ്യം അതിൽ കൂടെ വന്നപ്പോ ഈ എയർ ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് പിറ്റേ ദിവസം എനിക്ക് എന്താണ് പനി അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളാ വരാറ്. ചുമ അങ്ങനത്തെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഈ ഏലൂര് ഭാഗത്ത്. ഞങ്ങളുടെ ഇവിടെ കൂടുതലായിട്ട് ഇൻഡസ്ട്രീസ് ഉള്ളത് ആ ഒരു ഏരിയയിലാണ്. അതേപോലെ ഫ്യൂവൽ കത്തിക്കുന്നത് മൂലം വരുന്ന പുക, യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ്സ് എന്ന് വെച്ചാൽ കീടനാശിനികൾ യൂസ് ചെയ്യുന്ന മൂലം. നിങ്ങൾക്കറിയോ
ആണ്. ഏലൂരാണോ? ഞാൻ പറഞ്ഞ പ്രശ്നമില്ലേടാ നിങ്ങളുടെ അവിടെ? പ്രശ്നമുണ്ട് മിസ്സേ. ഇല്ല, ശരിക്കും ഫേസ് ആ ചെയ്യുന്നില്ലേ? ആ ഉണ്ട് ഉണ്ട്. അത് അതേപോലെ ചില തന്നെ സമയങ്ങളിലാണ് അവര് തുറന്നു വിടുന്നത് കമ്പനിയിൽ നിന്ന്. കൂടുതലും നൈറ്റ് ടൈമിലൊക്കെയാണ് കൂടുതലും തുറന്നു വിടാറ് ഇപ്പോഴായപ്പോ. ഞാൻ രാവിലെ ഇതുമാതിരി രാവിലെയൊക്കെ തുറന്നു വിടുമ്പോ കുട്ടികൾക്കൊക്കെ ഒരുപാട് അസുഖങ്ങൾ, ശ്വാസം മുട്ട് അതുപോലത്തെ സംഭവങ്ങളൊക്കെ വരുന്നോണ്ടിട്ട് അതിപ്പോ നിർത്തിയേക്കണേണ്. ഇപ്പൊ രാത്രി സമയങ്ങളിലൊക്കെ ആയിക്കഴിഞ്ഞാല് നമുക്ക് റോട്ടിൽ കൂടി ഒന്നും പോകാൻ പറ്റൂല, ഭയങ്കര സ്മെല്ലായിരിക്കും. ഓക്കേടാ, ഞാൻ പറഞ്ഞത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. എനിക്ക് തോന്നുന്നു ഒരു 5, 6, 7 വർഷം, 6 വർഷം അതേ മേലെയായിട്ടുണ്ട്. ഞാൻ പഠിച്ചിരുന്ന ടൈമിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞേട്ടാ. അപ്പൊ ഇപ്പോഴത്തെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവുമായിരിക്കും അല്ലെ? എന്റെ സ്വന്തം വീടാണ് അവിടെ. ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് വൈപ്പിനിലാണ്. ഇപ്പൊ നമ്മ ഇവിടെ വന്നിട്ട് അങ്ങാട് പോയി കഴിയുമ്പോ നമുക്ക് പറ്റൂല സ്മെല്ല്. ആണല്ലേ? എനിക്ക് ആ വഴി എപ്പോഴും ട്രാവൽ ചെയ്താലും ഈ ഒരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്യാറുണ്ട്. എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടാവും. എന്താന്ന് അറിഞ്ഞൂടാ. പിന്നെ വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാല് അവിടെ പുഴയുണ്ട് കേട്ടോ. അവിടെ ഒരു പുഴയുണ്ട്. ആ പുഴയുടെ കളറില്ലേ, വെള്ളത്തിന്റെ കളറ് ഒന്നില്ലെങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ ചുമപ്പ്. മോൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ വഴിയുള്ള ഒരു പുഴയില്ലേ നമ്മുടെ അതിൽ കൂടെ പോണെ? പുഴയുണ്ട്. പുഴയുടെ അരികില എന്റെ വീട്. ആണോ? അതെയോ? ഓക്കെ. അത് കളർ ഭയങ്കര ചേഞ്ച് അല്ലേ ഈ ഫാക്ടറി? കളർ ചേഞ്ച് ആണ്. അതെ അതെ, ഭയങ്കര പൊല്യൂഷൻ ആണ് പെരിയാർ. വെള്ളം തെളിഞ്ഞിട്ടുള്ള കണ്ടെന്നറിയാവോ? 2018 നമ്മൾ വെള്ളപ്പൊക്കം കഴിഞ്ഞില്ലേ, ആ സമയത്ത് നല്ല പ്യൂർ ആയിട്ട് ക്ലീൻ വാട്ടർ ആയിരുന്നു. ആ ടൈമിൽ മാത്രമേ ഞാൻ ആ വെള്ളം അത്ര ക്ലിയർ ആയിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെയൊക്കെ കണ്ടിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ഭയങ്കര കളറായിട്ടുള്ള വെള്ളമാണ്, ചുമപ്പ് അല്ലെങ്കിൽ ഭയങ്കര കെമിക്കൽസ് ഒക്കെ ഉള്ള വെള്ളമാണ് അവിടെ കണ്ടിട്ടുള്ളത്. ഭയങ്കര ആ ഒരു പ്രശ്നം. ഞാൻ അത് ശരിക്കും ആ ഒരു സ്ഥലം അങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പേഴ്സണലി എനിക്ക് ആ ഒരു പ്ലേസിൽ അത്രയും പൊല്യൂട്ടഡ് ആണെന്ന് ഞാൻ കണ്ടിട്ടില്ല. പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും ശരിക്കും അവിടെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇനി ആരെങ്കിലും ആ ഒരു ഭാഗത്തിൽ കൂടി പോവാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നോക്കാം എന്തൊക്കെയാണ് ഫ്യൂവൽസ്, അതേപോലെ ഡിഫോറസ്റ്റേഷൻ, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്ന മൂലം എയർ പൊല്യൂഷൻ വരുന്നുണ്ട്. ലാക്ക് ഓഫ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ഗാർബേജ്, നമ്മുടെ മാലിന്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാതെ വരുമ്പോഴും എയർ പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെയൊക്കെ ചെറുപ്പത്തില്, നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണ് തോന്നുന്നത്, എൻഡോസൾഫാൻ ദുരന്തം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കാസർഗോഡ്. ഓക്കെ. കേട്ടിട്ടുണ്ട് മാം. ഓക്കെ. എയർ പൊല്യൂഷൻ ആയിരുന്നു. കാരണം അവര് എന്താണ് പൈനാപ്പിൾ തോട്ടം ഇല്ലല്ലോ, കശുമാവിന്റെ തോട്ടം എന്ന് തോന്നുന്നു. എന്റെ ഓർമ്മയിലാണ് കേട്ടോ. കശുമാവാണ് മാം, കശുമാവാണ്. എൻഡോസൾഫാൻ തെളിച്ചതാണ്. അവർ ചെയ്ത് എന്താണ്, ഹെലികോപ്റ്ററിൽ അതെന്ത് ചെയ്തു, ആ കീടനാശിനി മൊത്തം ഏരിയയിലേക്ക് നല്ല പെട്ടെന്ന് കീടനാശിനികൾ തെളിക്കാലോ എന്നുള്ള രീതിയിൽ അങ്ങനെ തെളിച്ചു. പക്ഷെ എന്താണ്, അത്രയും അവിടെ ഉള്ള ആൾക്കാരൊക്കെ അത് ശ്വസിച്ച് അവർക്ക് ജനറ്റിക് ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങള് ഇപ്പഴും പ്രസവിക്കണ അങ്ങനത്തെ കുട്ടികൾ തന്നെയാണ് അത് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് ഒരുപാട് റിപ്പോർട്ടുകൾ വന്നു. അതിപ്പോ നിരോധിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും അത് മുമ്പേ അവരുടെ ശരീരത്തിൽ ആ ഒരു കെമിക്കൽ കയറിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവരുടെ ജീനിലും അങ്ങനെ കുറെ മ്യൂട്ടേഷൻ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇൻ കോൺസിക്വൻസ് ഓഫ് എയർ പൊല്യൂഷൻസ് ആണ് എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ്. നമ്മുടെ ക്ലൈമറ്റിൽ എഫക്ട്സ് വരുന്നുണ്ട്. എഫക്ട്സ് ഓൺ വിസിബിലിറ്റി, ഡൽഹിയിലൊക്കെ സംഭവിക്കുന്നത് വിസിബിലിറ്റിയുടെ പ്രശ്നമാണ്. നമുക്ക് കാഴ്ച പ്രോപ്പറായിട്ട് കാണുന്നതല്ല. എഫക്ട്സ് ഓൺ അഗ്രികൾച്ചർ, നമ്മുടെ കൃഷിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. എഫക്ട്സ് ഓൺ മാൻ, നമ്മുടെ മനുഷ്യർക്ക് ഒരുപാട് അസുഖങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, മുമ്പില്ലേ കൊറോണ വന്ന സമയത്ത്, കൊറോണ വന്നത് കുറച്ച് പറയുകയാണെങ്കിൽ നല്ലതാണ്. കൊറോണ വന്ന സമയത്ത് നമുക്ക് അറിയാം ഈ ജലദോഷം, ചുമ, അതേപോലെ തന്നെ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ടോ കൊറോണ സമയത്ത്? എനിക്ക് ഭയങ്കര ചുമയാണ്. അല്ല, അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണെന്ന് അറിയാമോ, നമ്മൾ ആ സമയത്ത് എല്ലാവരും മാസ്ക് പ്രോപ്പർ ആയിട്ട് വിയർ ചെയ്യുമായിരുന്നു. പ്രോപ്പർ ആയിട്ട് എവിടെ പോകുമ്പോൾ നമ്മൾ മാസ്ക് വെച്ചിട്ടായിരുന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആസ്മയുടെ ഒക്കെ പ്രശ്നം വരെ. അച്ഛൻ ആസ്മ പേഷ്യന്റ് ആണ്, ഒരുപാട് നാളായിട്ട് മരുന്ന് കഴിച്ചിരുന്ന ആളാണ്. അപ്പൊ കൊറോണ വന്ന അച്ഛൻ മാസ്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അച്ഛൻ മരുന്ന് കഴിക്കുന്നത് കുറഞ്ഞു. കാരണം അച്ഛന് വേറെ പ്രശ്നമില്ല.
ആസ്മയുടെ പ്രശ്നം, ശ്വാസം മുട്ട് പിന്നെ വരാറില്ല. അച്ഛൻ എന്ത് ചെയ്തു, പൂർണ്ണമായിട്ട് മരുന്ന് കുറച്ച് നിർത്തി. അത് കഴിഞ്ഞ് മാസ്ക് മാറ്റാന്ന് പറഞ്ഞപ്പോ മാസ്ക് മാറ്റി കഴിഞ്ഞപ്പോ അച്ഛന് ഇതേ പ്രശ്നം വരുന്നത്. അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ ഇപ്പൊ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ എപ്പോഴും മാസ്ക് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അച്ഛനറിയാം. അച്ഛൻ പറഞ്ഞു, ഇത് മാസ്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അസുഖം കുറച്ച് മാറും. പക്ഷെ ഈ മഞ്ഞിന്റെ ഒക്കെ സീസൺ വരുമ്പോ അച്ഛന് ശ്വാസം മുട്ട് വരുന്നുണ്ട്. ആ സമയത്ത് മാത്രമേ ഇപ്പൊ മരുന്ന് കഴിക്കുന്നുള്ളൂ. അല്ലാതെ ഇയർലി മൊത്തം എല്ലാ വർഷവും എല്ലാ ദിവസവും ഒന്നും മരുന്ന് കഴിച്ചിരുന്ന ആളായിരുന്നു. അതിപ്പോ അത്രയും ഇല്ല മാസ്ക് വെക്കുന്നത് കൊണ്ട്. ഒരു പരിധി വരെ മാസ്ക് വെക്കുന്നത് നല്ലതാണ്. അതാണ് ഞാൻ കൊറോണ നല്ലതാന്ന് പറഞ്ഞത്, അല്ലാതെ നല്ലതല്ല കേട്ടോ. ഒരുപാട് പേർക്ക് എന്താ പറയാ, വേണ്ടപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ട ഒരു അസുഖമാണ്. അതിന് കുറച്ച് ഗുഡ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ മാസ്ക് എന്നുള്ളത്. അതേപോലെ എഫക്ട്സ് ഓൺ ഓസോൺ ലെയർ. ഓസോൺ ലെയറിൽ വിള്ളലൊക്കെ സംഭവിക്കും. ബാഡ് എഫക്ട്സ് ഓൺ വെജിറ്റേഷൻ ആൻഡ് ലൈഫ് ഇൻ വാട്ടർ. നമ്മുടെ വെജിറ്റേഷൻസ്, അതേപോലെ നമ്മുടെ വെള്ളത്തിലുള്ള അക്വ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് വെള്ളത്തിലെ ജീവൻ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ആ ഒരു നിലനിൽപ്പിനെ അത് വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് എയർ പൊല്യൂഷൻ. വെജിറ്റേഷൻ ആൻഡ് ലൈഫ് ഇൻ വാട്ടർ ഒന്നുകൂടി പറഞ്ഞേ. വെള്ളത്തിലുള്ള സസ്യങ്ങളാണോ? അല്ലല്ല, വെജിറ്റേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സസ്യങ്ങളെയാണ്. ആൻഡ് ലൈഫ് ഇൻ വാട്ടർ, വെള്ളത്തിലുള്ള ജീവജാലങ്ങളുണ്ടല്ലോ, മത്സ്യങ്ങള്, അതേപോലെ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അതിനെയും എന്ത് ബാധിക്കുന്നുണ്ട്, എയർ പൊല്യൂഷൻ ബാധിക്കുന്നുണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമ്മുടെ പ്ലാന്റ്സിനെയും, വെജിറ്റേഷൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സ് സസ്യങ്ങൾ, സസ്യജാലങ്ങളാണ്. അത് നമ്മുടെ മണ്ണിലുള്ള സസ്യജാലങ്ങളെയും അതേപോലെ വെള്ളത്തിലുള്ള ജീവജാലങ്ങളെയും ബാധിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ ഇത്രയും എടുക്കുന്നത് എയർ പൊല്യൂഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി ലാൻഡ് പൊല്യൂഷനും സൗണ്ടും റേഡിയേഷനും നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ സൈൻ ഔട്ട് ആക്കണേ. ഞാനാ മിസ്സേ ലാംഗ്വേജ് ഡെവലപ്മെന്റ് കിട്ടില്ല എന്ന് പറഞ്ഞു. എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്? ഇല്ല. നീഡ്സും വന്നിട്ടുണ്ട്. ഗുഡ് മാനേഴ്സ് വന്നു. സോറി കേട്ടോ, ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇന്നലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എഴുതിയേക്കാട്ടെ. സൈൻ ഔട്ട് പറഞ്ഞോട്ടോ. When problems come into your life like a non-stop rain, always remember that good will always be your umbrella. Signed by Divya. Okay, thank you. Thank you, ma'am. Thank you, ma'am.